ഹലോ, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ യൂട്യൂബ് വീഡിയോ ഞാൻ ഇടുന്നത് നിങ്ങളോടൊക്കെ താങ്ക്സ് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം വി ആർ 1K ഫാമിലി നൗ. സോ 1K എന്ന് പറയുമ്പം മറ്റുള്ളവരൊക്കെ വിചാരിക്കായിരിക്കും, ഇവിടെ മില്യൻസ് ഒക്കെയുള്ള ആൾക്കാർ പോലും ഇങ്ങനത്തെ വീഡിയോ ഒന്നും ഇടുന്നില്ല. അപ്പോഴേക്കും അവിടെ ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴത്തേക്ക് ഇങ്ങനൊരു വീഡിയോ ഇട്ട് ഈ പെണ്ണ് എന്തിനേക്കാണ് തുള്ളുന്നതെന്ന് വിചാരിക്കുന്നവരുണ്ടാവും. പക്ഷേ എനിക്കറിയത്തില്ല, ഞാൻ എൻ്റെ ഈ 1000 സബ്സ്ക്രൈബേഴ്സ് എനിക്കിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ 1K സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കാണിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് ഞാനാണെങ്കിൽ ആക്ച്വലി ഇപ്പോൾ എനിക്കൊന്ന് യൂട്യൂബ് തുടങ്ങിയത് ഞാൻ കഴിഞ്ഞതിന് മുന്നത്തെ വർഷം ജൂലൈയിൽ എന്തുവാ തോന്നുന്നു ഞാൻ യൂട്യൂബ് തുടങ്ങിയത്. പക്ഷെ ഞാൻ ഒരിക്കലും കൺസിസ്റ്റൻ്റ് അതില്ല. എനിക്കൊന്നും ലോങ് വീഡിയോസൊക്കെ ഇങ്ങനെ വിരലിലെണ്ണാൻ പോലും ഇല്ല. പിന്നെ ഷോർട്സ് തന്നെ ഞാൻ ഇത്ര ഫ്രീക്വൻ്റ് ഇടാൻ തുടങ്ങിയത് എനിക്കൊന്നു ഈ വർഷം, അതായത് 2026 കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഫ്രീക്വൻ്റ് മാക്സിമം ഞാൻ എല്ലാ ദിവസവും ഇടാൻ വേണ്ടി നോക്കുന്നത്. അപ്പോൾ എനിക്കൊന്ന് അതിന് ശേഷമാണ് ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടിയത്. അപ്പോൾ എന്ന് ഞാൻ പറയുക, ഞാൻ ഇപ്പോഴാണ് എൻ്റെ 100% പിന്നെ ഇടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ആക്ച്വലി ഡ്യൂട്ടിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. ആൻഡ് ഞാൻ ഇതിലൊരു പുതിയ ആളായതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി അങ്ങനെ വീഡിയോ എടുക്കുന്ന ടൈപ്പൊന്നുമില്ല. വീട്ടിനകത്തിരുന്ന് എൻ്റെ ഓരോ ദിവസം മാത്രമേ ഞാൻ ഇങ്ങനെ കാണിക്കാറുള്ളൂ. അപ്പോൾ എനിക്കങ്ങനെ ഒരു ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള കണ്ടൻ്റ് ഒന്നും ഇല്ല. ബട്ട് സ്റ്റിൽ ഇങ്ങനെ എന്താ പറയുക, എൻ്റെ ഈ ലൈഫ് ഇങ്ങനെ ഒരു 1000 പീപ്പിൾ നമ്മളിങ്ങനെ കാണുന്നുണ്ട് എന്ന് അറിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു 1000 ആൾക്കാർ ഇങ്ങനെ നമ്മൾ ഇമാജിൻ ചെയ്ത് വെക്കുമ്പോൾ അത് ഒത്തിരി വലുതാണ്. ചിലപ്പോൾ 1K എന്ന് പറയുമ്പോൾ ഒന്നും ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ ഇങ്ങനെ 1000 ആൾക്കാർ നമ്മളെ കാണുന്നു കേൾക്കുന്നു എന്ന് പറയുമ്പോൾ ഐ ഫീൽ സോ ഹാപ്പി. അപ്പോൾ എനിക്ക് നിങ്ങളോട് തന്നെയാണ് താങ്ക്സ് പറയാനുള്ളത്. ഞാൻ ആദ്യം വിചാരിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന്, പക്ഷേ എനിക്കിങ്ങനെ ഒരു ലോങ് വീഡിയോ ചെയ്ത് നിങ്ങളോട് താങ്ക്സ് പറയണമെന്ന് തോന്നി. ഞാൻ ഒരിക്കലും എന്നെക്കൊണ്ട് പറ്റുമെന്ന് വിചാരിച്ചൊരു കാര്യമല്ല. ഇങ്ങനെ നമുക്ക് ഇങ്ങനെയുള്ള സപ്പോർട്ട് കിട്ടുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ചും കൂടി ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യാനും ഒക്കെ ഒരു തോന്നലിട്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ ഇതിങ്ങനെ എഡിറ്റ് ചെയ്യാനും ഇതൊക്കെ കുറച്ച് പണിയാണ്. പക്ഷേ എന്നാലും ഞാൻ എൻ്റെ ഓഫ് ഡേയ്സ് ഒക്കെ കിട്ടുമ്പം ഇപ്പം ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ഒരു വീഡിയോ എങ്കിലും എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനൊക്കെ. ഞാൻ ചിലപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണെങ്കിലും പിറ്റേ ദിവസം ഇതുപോലെ രാവിലെ എനിക്ക് എണീക്കേണ്ടതായിരുന്നാലും ഞാൻ മാക്സിമം ഞാൻ രാത്രി ഇരുന്നാലും എഡിറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കാറുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന ഈ വർഷം ഞാൻ ആക്ച്വലി ശ്രമിക്കുന്നുണ്ട് എന്ന് പറയും. ഞാൻ ഇങ്ങനെ സംസാരിച്ച് കിതയ്ക്കുന്നുണ്ട്. ബിക്കോസ് ഞാൻ ഭയങ്കര സ്പീഡിലാണ് സംസാരിക്കുക. ഓക്കെ, അപ്പോൾ എന്താ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്? ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പം എനിക്ക് കുറച്ച് കോൺഫിഡൻസ് ഒക്കെ വന്നു, പറ്റും അങ്ങനെയുള്ളത്. അപ്പം നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് തന്ന സപ്പോർട്ട് കാരണമാണ് ചില കമൻസ് ഒക്കെ കാണുമ്പോഴുള്ള നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് തോന്നും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ഫാമിലി അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ഒന്നും എന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളവരല്ല. എല്ലാവരും ഒന്നും അല്ല, സപ്പോർട്ട് ചെയ്തവരുണ്ട്, പക്ഷെ എല്ലാവരും ഒന്നും അങ്ങനെയല്ല. ഓക്കെ, അപ്പം നിങ്ങൾ തന്ന സപ്പോർട്ടാണ് എനിക്കെല്ലാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനിയും മാക്സിമം ഞാൻ വീഡിയോസ് ഇടും. ഇച്ചിരി കഷ്ടപ്പെട്ടിട്ടൊക്കെ ആണെങ്കിലും ഡ്യൂട്ടിയൊക്കെ ആണെങ്കിലും ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കും തലക്കൊക്കെ വന്ന് ഞാൻ വീഡിയോ ഇടാൻ വേണ്ടി നോക്കും. കഴിഞ്ഞ വർഷം ഉഴപ്പിയതുപോലെ ഈ വർഷം ഞാൻ ഉഴപ്പത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇല്ല, ഞാൻ ചെയ്യത്തില്ല. പിന്നെ അപ്പം ഇത് ഭയങ്കര ഒരു കുഞ്ഞു വീഡിയോ ആയി പോകും. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. അങ്ങനെ ആണെങ്കിൽ ഞാൻ എന്താ പറയുക, എന്താ ഇപ്പം നിങ്ങളോട് പറയാൻ എനിക്കറിയത്തില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നിർത്തുന്നതായിരിക്കും നല്ലത്. അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോ ഞാൻ ഉടനെ വരും. ഓക്കെ, അപ്പോൾ ഇനി പറഞ്ഞ പോലെ ഞാൻ ഇങ്ങനെ ഫോൾസ് പ്രോമിസസ് ഒന്നും തരുന്നില്ല. എന്തായാലും ഞാൻ ഫ്രീക്വൻ്റ് ആയിട്ടൊക്കെ വീഡിയോ ഒക്കെ ഇടും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി, ബൈ, താങ്ക് യു.